Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? 4th പോയിന്റ് വരെയല്ലേ? ഫോർത്ത് പോയിന്റ് വരെയല്ലേ എടുത്തു നിർത്തിയത്? കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ്, സജഷൻസ് അവിടെ വരെ അല്ലേ? അവിടെ വരെ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ അത്? ശരി. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് 5th വൺ ആണ് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പബ്ലിക് ഇന്ററാക്ഷൻസ് നടത്തുക. അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട ടൂർസ് സംഘടിപ്പിക്കുക. ബൈ ഗ്രൂപ്പ്സ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സോ, അവരുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻസിനോ, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, റിലീജിയസ് ലീഡേഴ്സ് എക്സെട്ര. അപ്പൊ അവിടെ സ്റ്റുഡൻസിനോ അവരുടെ സ്കൂൾ ടീച്ചേഴ്സിനായിക്കോട്ടെ, പല ഓർഗനൈസേഷനിലെ അംഗങ്ങളായിട്ടുള്ളവരായിക്കോട്ടെ, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് പല പല പ്രതിനിധികൾക്കോ, റിലീജിയസ് ലീഡേഴ്സിനോ, അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ഹോസ്പിറ്റലുമായിട്ടുള്ള ടൂർസ് അല്ലെങ്കിൽ വിസിറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലുമായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. രണ്ടാമത്തത് ഹെൽത്ത് ഫെയർസ് നടത്തുക, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാം, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാം, ഓർഗനൈസ് കരിയർ ഡേ എക്സെട്ര. അതുപോലെ തന്നെ ഹെൽത്ത് ഫെയറുകൾ നടത്താം, എക്സിബിഷൻസ് നടത്താം, സ്പെഷ്യൽ ക്ലിനിക്കുകള്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാമുകള്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഓർഗനൈസ് കരിയർ ഡേ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നടത്തുന്നതിലൂടെ ആളുകൾക്ക് ആ ഹോസ്പിറ്റലിലേക്ക് വരാനും അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു പബ്ലിക് ഇന്ററാക്ഷൻ ഉണ്ടാക്കിയെടുക്കാനും ഹോസ്പിറ്റലിന് സാധിക്കുന്നുണ്ട്. തേർഡ് വൺ ആണ് ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ്. അതുപോലെ തന്നെ ആനുവൽ ഹോസ്പിറ്റൽ ഡേകൾ നടത്തുക, സെലിബ്രേഷൻസ് നടത്തുക, അതുപോലെ ഫൗണ്ടേഴ്സ് ഡേ നടത്തുക, ആ ഒരു സ്ഥാപന ദിവസം നടത്തുക, സ്പെഷ്യൽ ഇവന്റ്സ്, അതുപോലെയുള്ള സ്പെഷ്യൽ ഇവന്റ്സ് ഒക്കെ നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പുറമേ നിന്നുള്ള പബ്ലിക്കിനെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ഇവന്റ്സോ ടൂർസോ അല്ലെങ്കിൽ എക്സിബിഷൻസോ മുതലായവയൊക്കെ നടത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു പബ്ലിക് ഇന്ററാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. All this help in projecting every aspect of the hospital operations, including some of the highly technical functions. ഇപ്പൊ ഹോസ്പിറ്റലിൽ വളരെ സാങ്കേതികപരമായിട്ടുള്ള പല ഉയർന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിലേക്ക് ഇത്തരത്തിൽ ഓരോ പേഷ്യൻസിനെ നേരിട്ട് വന്ന് കാണാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമാണ് ഇവിടെ നമ്മൾ നൽകുന്നത്. അപ്പൊ അതിലൂടെ ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾക്ക് മുന്നിൽ അതൊന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച് കാണിക്കാനും ആളുകളിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ.
ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോയില് നെക്സ്റ്റ് അതിലെ നമ്പേഴ്സിൽ വ്യത്യാസമുണ്ട് കേട്ടോ. 6 ഉം 7 ഉം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ മാറിയാണ് കിടക്കുന്നത്. അപ്പൊ ഇത് 6 ആക്കാം, നെക്സ്റ്റ് 7 ആക്കാം കേട്ടോ. അപ്പൊ അതില് സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞാല് C1 staff should use every opportunity to speak to other service organization and institutions on health matters. ഇവിടെ സ്പീക്കേഴ്സ് ബ്യൂറോയില് സിഇഒ ആണ്. ഇതൊരു ഹോസ്പിറ്റലിലെ സിഇഒ ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, ഇവരെല്ലാം എന്ത് ചെയ്യാം, ഷുഡ് യൂസ് എവറി ഓപ്പർച്യൂണിറ്റി, കിട്ടുന്ന എല്ലാ അവസരങ്ങളും എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്നാ പറയുന്നത്, ടു സ്പീക്ക് ടു അതർ സർവീസ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഹെൽത്ത് മാറ്റേഴ്സ്. ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് മറ്റുള്ള സേവന സംഘടനകളോടോ അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായിട്ടോ ഒക്കെ നല്ല രീതിയിൽ ഒരു പരസ്പരം കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി അത് പ്രത്യേകമായിട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാ, ഹെൽത്ത് മാറ്റേഴ്സ്, ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് മറ്റ് സർവീസ് ഓർഗനൈസേഷൻസ്, ഇതേ രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കുന്ന മറ്റ് സേവന സംഘടനകളോടോ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളോടൊക്കെ ഇത്തരത്തില് ആശയവിനിമയം ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു അവസരവും ആര് പാഴാക്കരുത്, ആ ഹോസ്പിറ്റലിലെ സിഇഒയും സ്റ്റാഫുകളും പാഴാക്കരുത്. അപ്പൊ അവര് കിട്ടുന്ന മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് മറ്റ് ഓർഗനൈസേഷൻസിനോടും മറ്റിത്തരത്തിലുള്ള സംഘടനകളോടും സ്ഥാപനങ്ങളോടും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അവരിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ അവരിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പൊ അതിലൂടെ അവരുമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് നിലനിർത്താനും സാധിക്കും. നമുക്ക് ഹെൽത്ത് മാറ്റേഴ്സിന് അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവും വർദ്ധിപ്പിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലെ സിഇഒ ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും അവർക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും അവർ യൂസ് ചെയ്യുക. അതിലൂടെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് മറ്റ് സർവീസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങളായിക്കോട്ടെ, അവരുമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പരസ്പരം ആശയവിനിമയം നടത്തുക. അതിലൂടെ നല്ലൊരു ബന്ധം അവരുമായിട്ട് നിലനിർത്താനും നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ നല്ല ബന്ധം നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടാനായിട്ടും ഇത് സഹായകമാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അഡ്വൈസറി കമ്മിറ്റി. അഡ്വൈസറി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട its role should be to suggest hospital administration the methods to overcome their shortcomings and interpret the functioning of the hospital to the community. ഇനി അഡ്വൈസറി കമ്മിറ്റിയിൽ പറയുന്നത് its role should be to be suggest hospital administration the methods to overcome their shortcomings and interpret the functioning of the hospital to the community. അതായത് ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള സജഷൻസ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്, ആ ഒരു സ്ഥാപനത്തില് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഷോർട്ട് കമ്മിങ്സ്, അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യുക, നിർദ്ദേശിക്കുക. അതാണ് ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ എന്താണോ അത് പരിഹരിക്കുന്നതിന് വേണ്ടി, ഇത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുക. അതുപോലെ തന്നെ ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ടു ദ കമ്മ്യൂണിറ്റി. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, എത്തിക്കുക അല്ലെങ്കിൽ അറിയിക്കാനായിട്ട്. അപ്പൊ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ നടക്കുന്നത് അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുമതല ആർക്ക് തന്നെയാണ്, ഒരു അഡ്വൈസറി കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് റോൾസ് ആണ് ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ ഇവിടെ പറയുന്നത്. ഇറ്റ്സ് റോൾ ഷുഡ് ബി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ചോദിക്കാറുണ്ട് കേട്ടോ, ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ ഷോർട്ട് കമ്മിങ്സിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യുന്ന ആരുടെ റോളാണ് എന്ന് ചോദിക്കാം. അഡ്വൈസറി കമ്മിറ്റിയാണ് കേട്ടോ അത്. അപ്പൊ അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് എന്താണ്, 5th പോയിന്റ് പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്. പറഞ്ഞില്ലേ, കേട്ടില്ലായിരുന്നു ആദിത്യ? ടെക്സ്റ്റിലില്ലേ?
ഈ ഒരു പേജ് ഇല്ല. കംപ്ലീറ്റ്സ്, കോംപ്ലിമെന്റ്സ്, സജഷൻസ് എന്ന് പറഞ്ഞ പേജ് ഉണ്ടോ? ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞ പേജ് ഉണ്ടോ? അതുമില്ല. ടെക്സ്റ്റിൽ ക്ലിയർ അല്ല. ക്ലിയർ അല്ല എന്നാണ് ആദ്യത്തെ അത് ഇല്ല എന്നാണോ പറയുന്നേ? ആ പേജേ ഇല്ല എന്നാണോ പറയുന്നേ? ക്ലിയർ അല്ല. ഓക്കെ, അത് മിസ് വായിക്കുന്ന സമയത്ത് ഒന്ന് എഴുതിയെടുക്കായിരുന്നില്ലേ? നോക്കിയായിരുന്നോ? മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലരുടെ പേജസ് ക്ലിയർ അല്ലാത്ത ബോക്സുകൾ ഉണ്ടാവും. അപ്പൊ അത് ടെക്സ്റ്റ് പറയുന്ന സമയത്ത് ഒന്ന് എഴുതിയെടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ക്ലിയർ അല്ലാത്തവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. എല്ലാ പോയിന്റ്സും ഉണ്ടാവില്ല. ചില വേർഡ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നില്ല. അപ്പൊ നിങ്ങൾ അതിനൊന്ന് സൂം ചെയ്തിട്ട്, ഇപ്പൊ മിസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് പേജിൽ കേട്ടോ. അപ്പൊ അതൊന്ന് സൂം ചെയ്ത് നിങ്ങൾ തന്നെ സൂം ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. അപ്പൊ അത് ക്ലിയർ അല്ലാത്ത വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന്റെ മുകളിൽ തന്നെ ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. പിന്നീട് അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല വായിക്കാനായിട്ട് കേട്ടോ. ചില ബോക്സുകളിൽ അങ്ങനെ പറയാറുണ്ട് കേട്ടോ, കുട്ടികൾ പറയാറുണ്ട് അത് ചിലത് ക്ലിയർ അല്ലാന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്വൈസറി കമ്മിറ്റിയെ കുറിച്ച് പറയാം. അപ്പൊ 2 റോൾസ് ആണ് പ്രധാനമായിട്ടും ഒരു അഡ്വൈസറി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്നാമത്തെ കാര്യം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാകുന്നതിൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുമതല കൂടി ആക്കേണ്ട ഒരു അഡ്വൈസറി കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു പേജിൽ നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളെ വന്നിട്ടുള്ളൂ: സ്പീക്കേഴ്സ് ബ്യൂറോയും അതുപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി. ഒന്ന് വേഗം വായിച്ചു നോക്കി. ഇതും ക്ലിയർ അല്ല എങ്കിൽ ഇപ്പൊ പേജ് ഇട്ടിട്ടുണ്ട് മിസ്, അപ്പൊ എഴുതി വെക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിലേക്ക് പബ്ലിക് റിലേഷൻ എത്രത്തോളം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ വാക്ക് പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ CSSD ഒക്കെ പഠിച്ചില്ലേ? പഠിച്ചോ? പഠിച്ചില്ല? ചാപ്റ്റർ പഠിച്ചില്ലേ? CSSD പഠിച്ചു. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ടോ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുന്നില്ലേ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് അല്ലെ? ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് പൂർത്തിയായോ, ആ മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് നടന്നോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നേ അല്ലേ? ആണോ?
ഏത് ഇൻഡിക്കേറ്റർ ആണെങ്കിലും ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ എന്തിനു വേണ്ടിയിട്ടാ? കമ്മ്യൂണിറ്റിയില് ഈ ഒരു സ്ഥാപനത്തിൽ, ഈ ഒരു ഹോസ്പിറ്റലില് കമ്മ്യൂണിറ്റിയുമായിട്ട് എത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ ഉണ്ട് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ. മനസ്സിലാവുന്നോ? ഇപ്പൊ കമ്മ്യൂണിറ്റിയില് ഈ ഒരു ഹോസ്പിറ്റൽ എടുക്കാണ്, ആ ഹോസ്പിറ്റലിന് കമ്മ്യൂണിറ്റിയുമായിട്ട് എത്രത്തോളം പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളാണ് താഴെ പറയുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ എന്താ? രോഗികളുടെ സംതൃപ്തി അറിയുന്നതിന് വേണ്ടിയുള്ള സർവേ നടത്തുക അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഫോർത്ത് കൂടിയുള്ള. അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സംതൃപ്തി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ സർവേകൾ നടത്തും. സർവേ എങ്ങനെയാണ് നടത്തുക? ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനെയർ പോലെ അല്ലെ, ഒരു ചോദ്യാവലി തയ്യാറാക്കുന്നു. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ സർവീസുകളുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അതിൽ നമ്മൾ എന്തെങ്കിലും സർവേ ഒക്കെ അറ്റൻഡ് ചെയ്യാറില്ലേ? നമ്മുടെ വീടുകളിൽ സർവേ എടുക്കാൻ വരാറുണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടൊക്കെ നമ്മൾ സർവേ കണ്ടിട്ടില്ലേ? ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമുക്ക് അങ്ങനെ സർവേകൾ എടുത്തുകൊണ്ട് അപ്പൊ പേഷ്യൻസിന് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, പേഷ്യൻസിന് ഈ ഒരു ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസുകളിൽ അവർ സംതൃപ്തരാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ ഒരു പബ്ലിക്കിന് അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്ന പേഷ്യൻസും എല്ലാം പബ്ലിക്കിന്റെ ഭാഗമാണല്ലോ. അപ്പൊ ആ ഒരു പബ്ലിക്കുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ആ ഹോസ്പിറ്റലിന് എത്രത്തോളം പബ്ലിക് റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തി മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റൂലേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നോക്കി മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് ജനറൽ ഒപ്പീനിയൻ പോൾ. എന്താണ് ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞാൽ? പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. ഇപ്പൊ നമ്മുടെ വോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞോളൂ അല്ലെ. അപ്പൊ എങ്ങനെയാണ് ശരിക്കും ഒരു വോട്ടിംഗ് ചെയ്യുക? നമ്മള് എങ്ങനെയാ വോട്ടിംഗ് ചെയ്യുക? ഒരു പൊസിഷന് വേണ്ടിയിട്ട് ഒരുപാട് പേര് മത്സരിക്കും, ശരിയല്ലേ? ഒരു മെമ്പറോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗമോ അല്ലെങ്കിൽ മുനിസിപ്പൽ അംഗമോ കോർപ്പറേറ്റ് അംഗമോ ആവുന്നതിന് വേണ്ടി ഒരു പൊസിഷനേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഒന്നിലധികം പേര് മത്സരിക്കുന്നു, ശരിയല്ലേ? അപ്പൊ അവിടെ നമ്മുടെ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവര് വോട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നത് ആരാണോ അവരെയാണ് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് എടുക്കുക, ശരിയല്ലേ? ആ ജയിച്ച വിജയിയാണ് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക്, ഇപ്പൊ മെമ്പർ ആയിക്കോട്ടെ കൗൺസിലർ ആയിക്കോട്ടെ എന്താണോ അതിലേക്ക് നമ്മൾ എടുക്കുന്നത് അല്ലെ. ഇവിടെയും ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ പൊതു അഭിപ്രായ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് ഇതേ പ്രൊസീജിയർ തന്നെയാണ്. അതായത് ഇവിടെ മത്സരിക്കുന്നത് ആരാണ്? ഇവിടെ ആരായിരിക്കും മത്സരിക്കുക? ഇവിടെ ഒരു പ്രത്യേക വ്യക്തിയെ നമുക്ക് മത്സരിക്കാൻ നിർത്താൻ പറ്റുമോ? എന്തിനെ കുറിച്ചുള്ള പബ്ലിക് റിലേഷനാണ് നമ്മൾ നോക്കുന്നേ? കമ്മ്യൂണിറ്റിയിലെ എന്തിന്റെ പബ്ലിക് റിലേഷനാ? എന്തിന്റെ പബ്ലിക് റിലേഷനാ നോക്കുന്നേ? ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തു, ആ ഒരു ഏരിയയിൽ ഇപ്പൊ നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു ഏരിയയില് ഒരു 3, 4, 5 ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം, ശരിയല്ലേ? അപ്പൊ അതിൽ ഏത് ഹോസ്പിറ്റലിനാണ് കൂടുതൽ പബ്ലിക് അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ടുള്ള ഒരു നല്ല അഭിപ്രായം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സർവീസ്, ഒരു സർവീസിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആളുകൾ, ഇന്ന സർവീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് ഹോസ്പിറ്റലിനോടാണ് കൂടുതലായിട്ട് നല്ലൊരു സർവീസ് കൊടുക്കുന്നത്, മികച്ചതാണെന്ന് തോന്നുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അവര് കൊടുക്കുമ്പോ അവര് ഈ ഒരു 5 ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനായിരിക്കുമല്ലോ കൂടുതൽ വോട്ട് കിട്ടുക. അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തില് നല്ല രീതിയിൽ നല്ല സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലായിരിക്കില്ലേ കൂടുതൽ മുൻതൂക്കം കൊടുക്കുക അല്ലേ? നമ്മൾ വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ അതേ സിസ്റ്റം തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരു 5 ഹോസ്പിറ്റലുണ്ട് നമ്മുടെ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയില്. ആ ഒരു 5 ഹോസ്പിറ്റലില് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സർവീസിനെ കുറിച്ചാവാം, അവരുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചാവാം. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് സ്ഥാപനത്തിനാണോ
വോട്ട് ചെയ്യുന്നത് അവരുടെ ഒപ്പീനിയൻ അനുസരിച്ചാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പൊതു അഭിപ്രായം ഏത് സ്ഥാപനത്തിനാണോ കൂടുതൽ കിട്ടുന്നത് ആ സ്ഥാപനമല്ലേ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനം എന്ന് നമുക്ക് പറയാൻ പറ്റാം അല്ലേ? ആണോ? നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടാണല്ലോ ഇത്രയും പേര് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരേ അഭിപ്രായത്തിൽ വോട്ട് ചെയ്തത് അല്ലേ? മനസ്സിലാവുന്നില്ലേ മിസ് പറയുന്നത്? അപ്പൊ അത്തരത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ ഇവര് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തത് ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവരുടെ ഗുണനിലവാരം എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയർ എത്രത്തോളം ഉണ്ട്, ഗുണനിലവാരമുള്ള പരിചരണമാണോ നൽകുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ പോലെ തന്നെ കുറെ മാനദണ്ഡങ്ങൾ അടങ്ങിയിട്ട് അപ്പൊ അതില് അവരുടെ ക്വാളിറ്റി, അതിൽ ഓരോ സർവീസുകളുമായി ബന്ധപ്പെട്ട പർട്ടിക്കുലർ ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അത് ഓരോന്നും ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കി ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ ഫാക്ടേഴ്സും ഇവര് ആ ഒരു പരിചരണവുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ഏത് സ്ഥാപനമാണോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സർവീസുകൾ, ക്വാളിറ്റിയുള്ള സർവീസുകൾ കെയറും കൊടുക്കുന്നത്, അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കും. അപ്പൊ പൊതുജനങ്ങളുടെ അഭിപ്രായത്തോടു കൂടി തന്നെയാണ് ഇതും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എത്രത്തോളം പബ്ലിക് റിലേഷൻ ഇവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതാണ് നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്. എത്രത്തോളം ഇപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിന് കംപ്ലൈന്റ്സ് കൂടുതൽ കിട്ടുക എന്ന് പറയുമ്പോൾ എന്താ അതോട് ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റല് അവർക്ക് ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നു. എന്തുകൊണ്ടാണ് അവിടെ കംപ്ലൈന്റ്സ് വരുന്നത്? എന്തുകൊണ്ടാണ് അവിടെ കംപ്ലൈന്റ്സ് വരുന്നത്? ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നു. എന്തുകൊണ്ടാണ് അവിടെ കംപ്ലൈന്റ്സ് വരാനുള്ള കാരണം എന്തായിരിക്കും? നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, നമ്മൾ ഒരു കംപ്ലൈന്റ് കൊടുത്തു. എന്തിന്റെ ബേസിസിലാണ് അവിടെ കംപ്ലൈന്റ്സ് വരിക കൂടുതലും? ഒന്നുമില്ലേ? എന്തിന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ കംപ്ലൈന്റ്സ് കൂടുതൽ വരുന്നത്? എന്തുകൊണ്ടാണ്? എന്താണ് ഒരു ആരും റിപ്ലൈ ചെയ്യാതെ? എന്തുകൊണ്ടാണ് ഒരു കംപ്ലൈന്റ് വരുന്നത്? ഒരു സ്ഥാപനത്തിന് കൂടുതൽ കംപ്ലൈന്റ്സ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ആ ഹോസ്പിറ്റലിൽ കൂടുതൽ കംപ്ലൈന്റ് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? എന്താണ് കാരണം? നിങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കംപ്ലൈന്റ് കൊടുക്കുക? അവിടുത്തെ സർവീസ് മോശമായത് കൊണ്ടല്ലേ? അല്ലേ? നമുക്ക് അവിടുത്തെ സർവീസുകളിൽ നമ്മൾ തൃപ്തരല്ല, അല്ലെങ്കിൽ അവർ മോശമായ സർവീസുകളും കെയറും ഒക്കെയാണ് തരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സേവനങ്ങളോ മറ്റു രീതിയിലുള്ള പെരുമാറ്റങ്ങളോ ഒന്നും അല്ല അവരുടെ നിന്ന് കിട്ടുന്നത്. അത്തരം സന്ദർഭങ്ങളിലല്ലേ നമ്മൾ കംപ്ലൈന്റ്സ് കൊടുക്കുക അല്ലേ? അത്തരം കേസുകൾ വരുമ്പോഴല്ലേ ഒരു ഹോസ്പിറ്റലിൽ കംപ്ലൈന്റ് കൂടുതൽ വരിക അല്ലെ? അപ്പൊ കംപ്ലൈന്റ് കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം നല്ല സർവീസുകൾ കൊടുക്കുന്ന സ്ഥാപനമാണോ അതോ നല്ല രീതിയിൽ സർവീസ് കൊടുക്കാത്ത സ്ഥാപനമായിരിക്കും? കംപ്ലൈന്റ്സ് കൂടുതലുണ്ടെന്ന് പറയുമ്പോ അതെങ്കിലും ഒന്ന് പറഞ്ഞേ. കംപ്ലൈന്റ്സ് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റല് നല്ല ഹോസ്പിറ്റലാണോ, നല്ല സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റലാണോ അല്ലേ? അത് മാത്രം പറഞ്ഞാൽ മതി. കൊടുക്കാത്തത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു സ്ഥാപനത്തിൽ, ഒരു ഹോസ്പിറ്റലില് ഒരുപാട് എത്ര നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പബ്ലിക് റിലേഷൻ വിലയിരുത്താൻ പറ്റില്ലേ? അതായത് ഒരുപാട് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ കൊടുക്കുന്ന സർവീസുകളും കാര്യങ്ങളും മോശമാണെന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ നല്ല സർവീസുകൾ കൊടുത്താലേ നമുക്ക് എപ്പോഴും നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അവിടെ കംപ്ലൈന്റ്സ് എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് അവർ നല്ല സർവീസ് കൊടുക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ പബ്ലിക് റിലേഷനും കുറവായിരിക്കും. മനസ്സിലാവുന്നോ? അപ്പൊ സർവീസ് അല്ലെങ്കിൽ നല്ല കംപ്ലൈന്റ്സിന്റെ എണ്ണം വളരെ കുറവാണ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നേ? കംപ്ലൈന്റ്സ് ഒക്കെ കുറവാണ്, കാരണം അവിടെ വരുന്ന ഓരോ പേഷ്യൻസും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തിരിച്ചു പോകുന്നത്, നല്ല സർവീസുകൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ പബ്ലിക് റിലേഷൻ കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? അതിന് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. അതായത് സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോളണ്ടറി എഫേർട്സ്,
എന്താ ഉദ്ദേശിക്കുന്നത്? സ്വമേധയായുള്ള പരിശ്രമങ്ങൾ അല്ലെങ്കിൽ എഫേർട്സുകൾ എടുക്കുക. നിങ്ങൾ കണ്ടു കാണും മിക്ക നമ്മുടെ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലുകൾ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ വോളണ്ടറി എഫേർട്സ് സന്നദ്ധ സേവകരുടെ പ്രവർത്തനങ്ങൾ കൂടുതലായിരിക്കും. കണ്ടിട്ടില്ലേ ചില ഹോസ്പിറ്റലുകളില്? കണ്ടിട്ടുണ്ടോ? സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആ ഹോസ്പിറ്റലിന്റെ സ്റ്റാഫുകളായിട്ടുള്ളവരല്ലാട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് മുൻകൈ എടുത്ത് ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ടോ? അവിടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഫുഡ് വിതരണവുമായി ബന്ധപ്പെട്ടായിരിക്കാം. കണ്ടിട്ടില്ലേ അങ്ങനെ സ്വമേധയാ ചെയ്യുന്ന സന്നദ്ധ സേവകരുടെ പ്രവർത്തനങ്ങള്? സോ അത്തരത്തില് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് പേര് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വോളണ്ടറി എഫേർട്സ് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തിക്കനുസരിച്ച് അപ്പൊ നമ്മൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം അല്ലെ? പൊതുജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ ആവുമ്പോഴാണ് ആ ഹോസ്പിറ്റൽ ഒന്നുകൂടി മികച്ചതാവണം, അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല സർവീസുകൾ ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വമേധയാ ഇറങ്ങി പ്രവർത്തിക്കുന്നത് അല്ലെ? നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാപനമാണെങ്കിൽ ഒരാളും പോവില്ലല്ലോ. അപ്പൊ അവിടെ നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. അപ്പൊ അവിടെ ആ സ്ഥാപനത്തിന് ഒരുപാട് ജീവനക്കാർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? സോ അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹെൽത്ത് സ്റ്റാഫുകളുടെ പിരിഞ്ഞു പോകും. അപ്പോ നമുക്കറിയാം ഈ എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും പബ്ലിക്കിന്റെ ഭാഗമാണ്, പൊതുജനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അല്ലെ? അപ്പൊ അവിടെ സ്റ്റാഫുകൾ ഒരുപാട് കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഈ സ്ഥാപനം കീപ്പ് ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥം അല്ലെ? നല്ലൊരു സ്ഥാപനമാണ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് മാനേജ്മെന്റ് ആണെങ്കിലും മറ്റുള്ള എല്ലാ കൊളീഗ്സ് എല്ലാവരും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ നിന്ന് ജീവനക്കാരെ എപ്പോഴും പിരിഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനേ നോക്കുള്ളൂ അല്ലെ? അതേസമയം ഇവിടെ നിന്ന് ഇങ്ങനെ ജീവനക്കാർ കുറെ അധികം പേര് തുടരെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവര് അവിടെയും നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യന്റ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്. അതുപോലെ തന്നെ ഇപ്പൊ ക്ലിനിക് ആയിക്കോട്ടെ ഹെൽത്ത് സെന്ററുകൾ ആയിക്കോട്ടെ അവിടേക്ക് വരുന്ന പേഷ്യൻസിന്റെ ആ ഒരു ഹാജർ നിലവാരത്തിന്റെ സ്ഥിരത എത്രത്തോളം ഉണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതേ പേഷ്യൻസ് തന്നെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ആ സ്ഥാപനത്തിലേക്ക് സ്ഥിരതയോടുകൂടി വരുന്നുണ്ടോ? അതോ ഒറ്റ പ്രാവശ്യം വന്നിട്ട് അവർ നിർത്തി അവർ വേറെ ഏതെങ്കിലും സ്ഥാപനത്തെ പ്രതീക്ഷിച്ചു പോവാണോ? അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു പബ്ലിക് റിലേഷൻ ആണോ ഈ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡൊണേഷൻസ് കിട്ടുക. അപ്പൊ നമുക്ക് പുറമേ ഇന്നത്തെ ഹോസ്പിറ്റലുകാരുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ഇന്ന് ഇവരുടെ സംഭാവനയിൽ നിന്ന് നിർമ്മിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഡൊണേഷൻസ് കിട്ടിയതിന്റെ അവരുടെ പേരുകള് അല്ലെങ്കിൽ ആരിൽ നിന്ന് ഡൊണേറ്റ് ചെയ്തിട്ടാണ്, ഇപ്പൊ എക്യുപ്മെന്റുകളാവാം അല്ലെങ്കിൽ ബിൽഡിങ്ങുകളാവാം, അങ്ങനെയുള്ള എന്തോ ആയിക്കോട്ടെ ഡൊണേഷൻസ് വഴി കിട്ടുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഡൊണേഷൻസോ കാര്യങ്ങളോ കൂടുതൽ കിട്ടണമെങ്കിൽ ഈ സ്ഥാപനം നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനമായിരിക്കണം. സോ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്ക് നല്ല പബ്ലിക് റിലേഷൻ ആണോ ഇല്ലയോ എന്ന് വിലയിരുത്താം. ലാസ്റ്റ് വൺ ആണ് ഇൻപേഷ്യൻസ് who live against medical advice. ലാമ പഠിച്ചിട്ടില്ലേ? ലാമ ലീവ് against medical advice പഠിച്ചിട്ടുണ്ടോ? എന്താണ് ലീവ് against medical advice? എന്താണ് ലാമ എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? രാവിലെ തന്നെ എല്ലാവരും ഇതൊരു ഉഷാറില്ലാതിരിക്കുന്നത് ഫസ്റ്റ് പീരീഡ് ആയിട്ട്. എന്താണ് ലീവ് against medical advice? ലാമ എന്ന് പറഞ്ഞ എന്താ? അവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ ആൻസർ അതിൽ തന്നെയുണ്ട്. ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഡോക്ടർ പറയാതെ നമ്മളെ ഡിസ്ചാർജ്, നമ്മുടെ സ്വമേധയാ ഇഷ്ടപ്രകാരം നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്നതിനെയാണ് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഡോക്ടേഴ്സിന്റെ ഒക്കെ ആ ഒരു പറയുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഡ്വൈസിന് വിപരീതമായിട്ട് നമ്മൾ അവിടുന്ന് ലീവ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ്. സോ അത്തരത്തിൽ കൂടുതൽ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് പിരിഞ്ഞ് അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ, ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ ബേസിസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളത് ഓരോന്നും എന്ത് ചെയ്യാണ്, കുറച്ച് കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഒന്നും കൂടി പറയാണ് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാനായിട്ട് സാധിക്കും. That helps to identify ways of improving medical care and ultimately translate into better and happier patients. അപ്പൊ നമുക്ക് ഇതിലൂടെയൊക്കെ help to identify ways of improving medical care. നമുക്ക് ഇത്തരത്തില് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് അവിടുത്തെ ആ ഒരു വൈദ്യ പരിചരണമായിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെ ഏരിയയിലാണോ പബ്ലിക് റിലേഷൻ നല്ലതല്ല എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പബ്ലിക് റിലേഷൻ ഇല്ല, കീപ്പ് ചെയ്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ആ സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ പറ്റും അല്ലെ. അതിന് കൊടുക്കുന്ന മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യ പരിചരണത്തിന്റെ ക്വാളിറ്റിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ മെച്ചപ്പെടുത്തൽ നടത്തി നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. ഏറ്റവും അത്യധികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ മെഷർ ചെയ്ത് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കി, ഇല്ല എങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ വരുത്തിക്കൊണ്ട് വരുന്ന ഓരോ പേഷ്യൻസിനെയും ബെറ്റർ ആൻഡ് ഹാപ്പിയർ ആയിട്ട് നിലനിർത്താനും ഇതിലൂടെ സഹായകമാണ്. ദെൻ അതിൽ നമ്മൾ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അതിൽ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക എന്നുള്ളത്. Can be conducted by an outdoor survey agency or done as an in-house survey. അപ്പൊ നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തത് ആ ഒരു ഹോസ്പിറ്റലിനുള്ളിലുള്ള ജീവനക്കാരെ, അതാണ് ഇൻ ഹൗസ് സർവേ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിനുള്ളിലുള്ള ജീവനക്കാരെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ മിക്ക സ്ഥാപനങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു പുറമേ ഉള്ള ഒരു ഔട്ട്ഡോർ സർവേ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. അവർ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് തരാനൊക്കെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് മിക്ക ഹോസ്പിറ്റലുകളും ഒരു ഔട്ട്ഡോർ സർവേ ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യാറ്. And a survey questionnaire with options is provided to the patients. അപ്പൊ ഇവിടെ ഈ ഒരു സർവേ നടത്തുമ്പോൾ ഒരു സർവേ ക്വസ്റ്റ്യനെയർ ആണ് നമ്മൾ പേഷ്യൻസിന് നൽകുക. അപ്പൊ അതിലൂടെ കുറെ ക്വസ്റ്റ്യൻസും അതിന് ഓപ്ഷൻസും ഉണ്ടാവും. അപ്പൊ അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അവിടുത്തെ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം, അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ചോദിക്കാം, അവിടുത്തെ മറ്റ് ഓവറോൾ ആയിട്ടുള്ള എന്താണ് മറ്റു കാര്യങ്ങൾ ഓവറോൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം എളുപ്പത്തിൽ ഇപ്പൊ അഡ്മിഷനോ ഡിസ്ചാർജോ അല്ലെങ്കിൽ എന്തോ ആണോ അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ലഭ്യമായോ, ഡോക്ടേഴ്സുമായിട്ടുള്ള കൺസൾട്ടേഷൻ എളുപ്പത്തിൽ നടന്നോ, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമോ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. അതുപോലെ അവിടുത്തെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ വൃത്തി എങ്ങനെയാണ്, ഇതൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത്തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യാവലി ഉണ്ടാവും. അതിന് ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ സർവേ നടത്തുമ്പോൾ ഓപ്ഷൻസ് കണ്ടിട്ടില്ലേ? വെരി ഗുഡ്, ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ സർവേ ആവുമ്പോ ഡിസാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ്, വെരി സാറ്റിസ്ഫൈഡ്, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവാം. അപ്പൊ അതില് ഓരോ ഓപ്ഷനും ഇത്ര മാർക്കും ഉണ്ടാവും. 2, 3, 4, 5 എന്ന രീതിയിൽ. ഇപ്പൊ നല്ല എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെന്ന് വളരെയധികം സംതൃപ്തരാണെന്നാണ് അർത്ഥം. അപ്പൊ അതിനനുസരിച്ച് മാർക്ക് കൂടുതലായിരിക്കും സ്കോർ ചെയ്യുക. അപ്പൊ ഈ മാർക്കുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓരോ പേഷ്യൻസിനും ഏതൊക്കെ ഇടങ്ങളിൽ അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതിൽ ഏതൊക്കെ ഇടങ്ങളിലാണ് അവർ സംതൃപ്തരല്ലാത്തത് എന്നൊക്കെ നമുക്ക് ഈ ഒരു സർവേ നടത്തുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് നല്ലൊരു സർവേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ആണ് ഈ സർവേയിലൂടെ കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം എന്താ, ആ പേഷ്യൻസ്
നല്ല രീതിയിൽ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല സർവീസുകൾ, നല്ല ക്വാളിറ്റിയുള്ള സർവീസുകളും അവരുമായിട്ടുള്ള ബിഹേവിയർ ആണെങ്കിലും എല്ലാത്തിലും അവർ സംതൃപ്തരായതുകൊണ്ടാണ് അവർ മികച്ച എക്സലൻസ് സ്കോർ അല്ലെങ്കിൽ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്കോറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിന്റെ റിസൾട്ടിൽ നമുക്ക് ഇത്ര മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു സ്ഥാപനം അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും നല്ല രീതിയിൽ പരിചരിക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ട്, അതിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷനും ഈ സ്ഥാപനം കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സ്കോർ കുറവാണെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നേരെ തിരിച്ച് എന്താണ്, അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസിനാണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട സർവീസുകൾ നല്ല ക്വാളിറ്റിയിലല്ല കൊടുക്കുന്നത്, നല്ല പരിചരണങ്ങളോ ട്രീറ്റ്മെന്റുകളോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അതിന്റെ റിസൾട്ടാണ് നമുക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ സ്കോർ കുറഞ്ഞതായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം അവിടെ നല്ലൊരു പബ്ലിക് റിലേഷനും ഇവര് കീപ്പ് ചെയ്യുന്നില്ല എന്നതാണ്. ക്ലിയർ ആണോ? അത് അവിടെ വരെ ക്ലിയർ ആണോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. വായിച്ചില്ലേ? ഇന്നൊന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് കസ്റ്റമർ കംപ്ലൈൻസ്. നോക്കിയേ, number of complaints received, less the number of complaints received, better is the public relation. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് കംപ്ലൈൻസ്, അപ്പൊ കസ്റ്റമേഴ്സിന്റെ കംപ്ലൈൻസുമായി ബന്ധപ്പെട്ട് അപ്പൊ ഒരുപാട് കംപ്ലൈൻസ്, അവിടെ നമ്പർ ഓഫ് കംപ്ലൈൻസ് എത്രത്തോളം ഉണ്ട്, അതിൽ ഒരുപാട് കംപ്ലൈൻസ് ആണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവർ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നല്ല സർവീസുകൾ കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം അല്ലെ. അതേസമയം ആ സ്ഥാപനത്തിലേക്ക് കംപ്ലൈൻസ് വന്നിരിക്കുന്നത് വളരെ കുറവാണ് എങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ നല്ല സർവീസുകൾ കൊടുക്കുന്നുണ്ട്, നല്ല കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്, അതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷനും കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. സോ ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈൻസ് റെസീവ്ഡ്, ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് മികച്ചതായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് ജനറൽ ഒപ്പീനിയൻ പോൾ. നോക്കിയേ, മോസ്റ്റ്ലി pertain to a single question, situation or problem ആണ് ട്ടോ, that needs an answer. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. അപ്പൊ ഇവിടെ ഒരു സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം, ഒരു സിറ്റുവേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ കുറിച്ചോ പബ്ലിക്കിലേക്ക് പറയാം. അപ്പൊ അതിൽ നിന്ന് പബ്ലിക്കിന്റെ ആൻസറിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിവിടെ ആ ഒരു പബ്ലിക് റിലേഷനുള്ള സ്ഥാപനം ഏതാണെന്ന് കണ്ടെത്തുന്നത്. അപ്പൊ ഇവിടെ ചിത്രം മാത്രം മനസ്സിലാക്കി, ഇപ്പൊ ഒരു സർവീസിനെ കുറിച്ച് ഇപ്പൊ ഒരു 5 സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൽ ഏത് സ്ഥാപനമാണ് മികച്ച സർവീസ്, ഇന്നൊരു രീതിയിലുള്ള മികച്ച സർവീസ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ അഭിപ്രായത്തിൽ വരുന്ന സ്ഥാപനം ഏതാണോ ആ സ്ഥാപനമായിരിക്കും നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ പൊതു അഭിപ്രായ വോട്ടെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ പബ്ലിക് റിലേഷൻ ഉള്ള സ്ഥാപനം ഏതാണെന്ന് മനസ്സിലാക്കാം, അതിന് തൊട്ടു താഴെയുള്ള സ്ഥാപനം ഏതാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇനി പബ്ലിക് റിലേഷൻ കുറവാണെന്നാണ് ആ ഒരു അഭിപ്രായത്തില്
തോന്നുന്നതെങ്കിൽ ഇതിനനുസരിച്ച് ഇവർക്ക് ഇംപ്രൂവ്മെന്റ്സ് നടത്താനും സാധിക്കുന്നുണ്ട്. Then next one ആണ് extent of voluntary efforts by the community. കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സന്നദ്ധ സേവകരുടെ സ്വമേധയുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. Okay, voluntary corps or volunteers are public spirited and service minded people providing extra services. For voluntary corps അല്ലെങ്കിൽ volunteers, സന്നദ്ധ സേവകർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പബ്ലിക് സ്പിരിറ്റ് ആണ്, സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് അവർ പൊതുബോധമുള്ളവരും അതുപോലെ തന്നെ സേവന മനോഭാവമുള്ളവരുമായിരിക്കും ഈ സന്നദ്ധ സേവകർ എന്ന് പറയാം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? പീപ്പിൾ പ്രൊവൈഡിങ് എക്സ്ട്രാ സർവീസുകൾ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി നൽകും. They help patients, പേഷ്യൻസിന് സഹായങ്ങൾ നൽകുന്നുണ്ട്. ഹോസ്റ്റിംഗ്സ് ഇൻ പേഷ്യന്റ് കെയർ ഏരിയാസ്, പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയാസിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മോർ വോളണ്ടറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. ഇതിലൂടെ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് സന്നദ്ധ സേവകർ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ. പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയയിലുള്ള കെയർ മാത്രമല്ല, അല്ലാത്ത രീതിയിലുള്ള സഹായങ്ങൾ പേഷ്യൻസിന് ലഭ്യമാകും. ഭക്ഷണ വിതരണങ്ങൾ നടത്താറുണ്ട്, ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നടത്താറുണ്ട്, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നടത്തുന്നവരുണ്ട്. കണ്ടിട്ടില്ലേ? സന്നദ്ധ സേവകരൊക്കെ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത്തരത്തില് ഒരുപാട് പേര് ഈ ഒരു വോളണ്ടിയറിസം അല്ലെങ്കിൽ ആ ഒരു സന്നദ്ധ സേവനം ഈ ഒരു ഹോസ്പിറ്റലിൽ കൂടുതലാണ് എന്ന് വെച്ചാൽ അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താ? ബെറ്റർ ദ പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ടാണ് അത്രയും പേര് സന്നദ്ധതയെ പ്രവർത്തിച്ച് പണത്തിനോ കാര്യത്തിനോ വേണ്ടിയിട്ടല്ല, അവർ സ്വമേധി ആരും നിർബന്ധിക്കാതെ തന്നെ ഈ ഒരു സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പൊതുബോധം അല്ലെങ്കിൽ സേവന മനോഭാവത്തോടെ വരുന്ന ആളുകളാണ്. അപ്പൊ അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പബ്ലിക് റിലേഷൻ ആ സ്ഥാപനം കീപ്പ് ചെയ്യുന്നതാണ് അതിന് അർത്ഥമാകുന്നത്. ഇപ്പൊ ഈ മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് പറഞ്ഞു, ജനറൽ ഒപ്പീനിയൻ പോൾ പറഞ്ഞു, എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മൂന്നെണ്ണം. ബോക്സ് ക്ലിയർ അല്ലാത്തവരാണെങ്കിൽ മിസ് ഇവിടെ സ്ക്രീനിൽ ഇടുന്ന സമയത്ത് നോട്ട് ചെയ്യണം കേട്ടോ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാഫ് ടേൺ ഓവർ. ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ഇവിടെ ജീവനക്കാര് ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്, മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അവിടെ മെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാലും നമ്മുടെ പബ്ലിക്കിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ അവിടെ ആ ഒരു സ്റ്റാഫുകള്
പിരിഞ്ഞു പോകുന്നതിന്റെ എണ്ണം വളരെ കുറവാണ് എങ്കിൽ അതിന്റെ എന്താണ് അത് അർത്ഥമാക്കുന്നത്? ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. അവിടുത്തെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് സ്റ്റാഫുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അവർ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടുത്തെ ചില സ്ഥാപനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടുത്തെ സാലറി പാക്കേജുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ നമുക്ക് അത്ര അഫോർഡബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. എങ്കിൽ പോലും അവിടുത്തെ ആ ഒരു കോപ്പറേഷൻ ആയിക്കോട്ടെ, ആ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മറ്റു നമ്മുടെ കൂടെയുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ പുറത്താണെങ്കിൽ പോലും നമ്മൾ കുറച്ച് നാൾ കൂടി അവിടെ നിൽക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, താല്പര്യം ഉണ്ടാവും അല്ലെ? ചില സ്ഥാപനങ്ങളിൽ അങ്ങനെയില്ലേ, നല്ല രീതിയിലുള്ള കൊളീഗ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനും മറ്റെന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പോലും കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ആ ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പിരിഞ്ഞു പോക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതിന്റെ അർത്ഥം നല്ലൊരു പബ്ലിക് റിലേഷൻ ആ ഒരു ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇത്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യന്റ്. പേഷ്യൻസിന്റെ അറ്റൻഡൻസിന്റെ ആ ഒരു സ്ഥിരത, ഹാജർ നിലവാരത്തിന്റെ ആ ഒരു സ്ഥിരത. Higher patient turn up when patients are reminded of their appointment as text message, email or over the phone. നമുക്കറിയാം ഇപ്പൊ പേഷ്യൻസ് ഒക്കെ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലുമായിട്ട് അപ്പോയിന്റ്മെന്റുകളോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻസ് ഇപ്പൊ ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ട് തിരിച്ചു പോകും, ഫോളോ അപ്പോ കാര്യങ്ങൾക്കോ വേണ്ടി നമ്മൾ കൃത്യമ സമയത്ത് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോവുകയൊക്കെ ചെയ്യും അല്ലേ? ഫോളോ അപ്പ് ചെയ്യേണ്ട ചിലപ്പോൾ ഒരു 8 ആഴ്ചയോ അല്ലെങ്കിൽ 2 മാസമോ അല്ലെങ്കിൽ 1 മാസമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നെങ്കിൽ നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോയിരിക്കും. ശരിയല്ലേ? മറന്നു പോകാറില്ലേ? അതേസമയം ഹോസ്പിറ്റൽ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിലും ഓർമ്മപ്പെടുത്താണ്. അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പുകളുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയോ ഇമെയിൽസിലൂടെയോ ഓവർ ദ ഫോൺ കോളുകളിലൂടെയോ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൈൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഹയർ ദ പേഷ്യന്റ് ആണ്. പേഷ്യൻസ് കൂടുതൽ ആ ഹോസ്പിറ്റലിലേക്ക് വരില്ലേ? വരുമോ? അപ്പൊ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അതേ പേഷ്യൻസ് തന്നെ പിന്നെയും പിന്നെയും നമ്മുടെ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് പിന്നെയും വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? better the relation or contact with the patient, more consistent will be the patient attendance. അപ്പൊ എപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റല് പേഷ്യൻസുമായിട്ട് എപ്പോഴും നല്ലൊരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. സോ അത്തരത്തിൽ നല്ലൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻ അവരുമായിട്ട് കീപ്പ് ചെയ്തിരുന്നാൽ ആ പേഷ്യൻസ് ഇവിടെ നിന്ന് പോകുന്നത് കുറയ്ക്കാൻ പറ്റും. അവരെന്ത് കാര്യത്തിനും അവർ കൃത്യമായിട്ട് ഈ ഹോസ്പിറ്റലിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പിന്നെയും പിന്നെയും ഇവിടേക്ക് വരാനും അതിലൂടെ പേഷ്യൻസിന്റെ ആ ഒരു ഹാജർ നിലവാരം അല്ലെങ്കിൽ ആ ഒരു സ്ഥിരത നമുക്ക് എപ്പോഴും നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. അപ്പൊ കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഹയർ പേഷ്യന്റ് ആണ്. ഇപ്പൊ ഒരുപാട് പേഷ്യൻസ് അവിടേക്ക് വരുന്നു എന്ന അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസിന് നമ്മൾ നല്ലൊരു റിലേഷൻ അല്ലെങ്കിൽ നല്ലൊരു കോണ്ടാക്ട് എപ്പോഴും ആ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യണം. അതിലൂടെ അവരുടെ അപ്പോയിന്റ്മെന്റും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ടെക്സ്റ്റ് മെസ്സേജുകളോ ഇമെയിലുകളോ അല്ലെങ്കിൽ ഫോൺ കോളുകളോ ഒക്കെ ചെയ്ത് അവരെ റിമൈൻഡ് ചെയ്യിപ്പിക്കുക. അതിലൂടെ നമുക്ക് പേഷ്യൻസ് വരുന്നതിന്റെ ആ ഒരു സ്ഥിരത കൂട്ടാനായിട്ട് പറ്റും. നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് കീപ്പ് ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന്റെ ആ ഒരു അറ്റൻഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഹാജർ നിലവാരത്തിന്റെ സ്ഥിരതയും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത് രണ്ടും. Turnover of medical staff, consistency in attendance by patients. ചെയ്യുമെന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഡൊണേഷൻസ്. ഡൊണേഷൻസ് നോക്കിയേ. ഹോസ്പിറ്റൽ പ്രൈമറി മിഷൻ is to treat and rehabilitate ill patient. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് വരുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, അവരെ പുനഃസ്ഥാപിക്കുക, അല്ലെ രോഗികളെ ചികിത്സിക്കുക, അവരെ പുനരധിവസിപ്പിക്കുക എന്നതൊക്കെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിലെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത്.
Sometimes both the hospital and patient might fail to meet up with the charges needed for this. ചില സമയങ്ങളിൽ ഇപ്പൊ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാനുള്ള ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ അവിടെ സജ്ജമാക്കാനായിട്ട് ഹോസ്പിറ്റലിന് ചിലപ്പോൾ മതിയായ ഫണ്ട് വരണമെന്നില്ല, ഇല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ ഡൊണേഷൻസ് ഒക്കെ കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ ഇങ്ങനെ ഓരോ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഓരോ റൂമുകളോ കാര്യങ്ങളൊക്കെ ഇന്ന ആളുടെ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ന ഡൊണേഷൻ സംഭാവനകളിലൂടെ നൽകിയിരിക്കുന്നതാണെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തില് ഹോസ്പിറ്റൽ ചിലപ്പോ നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളും പേഷ്യൻസിന് കൊടുക്കണമെന്നുണ്ടാവാം. പക്ഷേ അവർക്ക് മതിയായ അതിനുള്ള സാധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഫെസിലിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മതിയായ ഫണ്ട് ചിലപ്പോ അവർക്ക് ഇല്ലാതെ വരും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പേഷ്യന്റ് മൈറ്റ് ഫെയിൽ ടു മീറ്റ് അപ്പ് വിത്ത് ദ ചാർജസ് നീഡഡ് ഫോർ ദിസ്. ചിലപ്പോ പേഷ്യൻസിന് നല്ലൊരു സർവീസുകളോ കാര്യങ്ങളോ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ ചിലപ്പോൾ മതിയായ ഫണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണമെന്നില്ല. ശരിയല്ലേ? രണ്ടു കൂട്ടർക്കും അതിന്റെ അഭാവങ്ങൾ വരാലോ. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളില് ഡൊണേഷൻ ആൻഡ് ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ഫ്രം ദ പബ്ലിക് come in handy in such vital situation. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സന്ദർഭങ്ങളില് ഡൊണേഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള സംഭാവന കിട്ടുന്നതിലൂടെ നല്ല നല്ല ഉപകരണങ്ങളോ കാര്യങ്ങളോ മറ്റ് ഫെസിലിറ്റീസോ ഒക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാനും അതിലൂടെ നല്ലൊരു കെയർ പേഷ്യൻസിന് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. നേരെ തിരിച്ച് പേഷ്യൻസിന്റെ കേസ് ആണെങ്കിൽ എന്താ, അവർക്ക് ചിലപ്പോ പല സർവീസുകളും അഫോർഡബിൾ ആയിടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാക്കാനായിട്ട് അവരുടെ കയ്യിൽ ചിലപ്പോൾ മതിയായ പൈസയോ കാര്യങ്ങളോ ഇല്ലാതിരിക്കുന്ന സന്ദർഭങ്ങളില് ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള സംഭാവനകളോ കിട്ടുന്നതിലൂടെ അവർക്ക് ആ ഒരു സേവനം എന്ത് ചെയ്യാൻ പറ്റും, ലഭ്യമാക്കാനായിട്ട് പറ്റില്ലേ? പറ്റുമോ? അപ്പൊ അത്തരത്തില് നല്ലൊരു ഡൊണേഷൻ അല്ലെങ്കിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ആ ഒരു സ്ഥാപനത്തിലേക്കും അവരുടെ പേഷ്യൻസിനും കിട്ടണമെങ്കിൽ ഈ സ്ഥാപനം നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാകുമ്പോഴാണ് ഡൊണേഷൻസ് ആയിക്കോട്ടെ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ആയിക്കോട്ടെ കിട്ടുന്നത്. ദെൻ അടുത്തതാണ് patients leave against medical advice. Lama. Okay, when an inpatient expresses the desire to leave against the advice of the physician, AMA procedure is explained and the patient or a responsible party signs the AMA form, thus accepting responsibility for their decision and it becomes a part of the medical record. നോക്കിയേ, ഇപ്പൊ നമുക്കറിയാം പേഷ്യൻസ് ലാമയുടെ എക്സ്പാൻഡ് ഫ്രോം ചോദിക്കാറുണ്ട് കേട്ടോ, ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇവിടെ ഒരു ഇൻപേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തി അവൻ എക്സ്പ്രസ് ചെയ്യണം അവരുടെ ആ ഒരു ആഗ്രഹം, അതായത് അവൻ ഇവിടുന്ന് ആ ഒരു ഫിസിഷ്യന്റെ അഡ്വൈസ് അല്ലെങ്കിൽ ആ ഒരു ഉപദേശത്തിന് വിപരീതമായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകണം എന്ന് ആ പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തി അവര് പറയുകയാണെങ്കിൽ അവിടെ ഒരു AMA പ്രൊസീജിയർ ഉണ്ട്, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമമുണ്ട്. അതില് ഇവർക്ക് വ്യക്തമായിട്ട് ആ ഒരു AMA ഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ആ പേഷ്യന്റോ അല്ലെങ്കിൽ അവരുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ടി ആരാണോ അവർ ഈ ഒരു AMA ഫോം വ്യക്തമായിട്ട് അവർ വായിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ആ AMA ഫോം വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ ഇൻഫർമേഷൻ ഒക്കെ മനസ്സിലാക്കി ഓക്കെ ആണെന്നുള്ള രീതിയിൽ ആ ഫോമിന് സൈൻ ചെയ്ത് കൊടുക്കണം, കൺസേൺ സൈൻ ചെയ്ത് കൊടുക്കണം. ആൻഡ് ദസ് അക്സെപ്റ്റിംഗ് റെസ്പോൺസിബിൾ. അപ്പൊ ഇങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി, അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അതായത് ഫോർ ദെയർ ഡിസിഷൻ, അവരെടുത്ത ആ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്ത് വിഷയം വന്നാലും പിന്നീട് അവർക്ക് ആ ഒരു പേഷ്യന്റിന് എന്ത് സംഭവിച്ചാലും അത് ആരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും. ഈ ഹോസ്പിറ്റലിന് അതുമായിട്ട് യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ബാധ്യതയും ഉണ്ടായിരിക്കില്ല എന്നാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. And it becomes a part of the medical record. അതിനുശേഷം ഇവർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുന്നു. ഇവരുടെ ആ ഒരു AMA ഫോം, ഇവർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു AMA ഫോം ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് തന്നെ സൂക്ഷിക്കും. പിന്നീട് എന്തെങ്കിലും കോൺസിക്വൻസോ ലീഗൽ കേസുകളോ കാര്യങ്ങളോ വരാണെങ്കിൽ ഇത് അവർക്കൊരു പ്രൂഫ് ആയിട്ട് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ മോർ ലാമ പേഷ്യൻസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരുപാട് ലാമ പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസ് ലീവ് അഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ലീവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അവർ കൊടുക്കുന്ന സർവീസ് ചിലപ്പോൾ മോശമായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ നല്ല രീതിയിൽ അവിടെ ആ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസോ ട്രീറ്റ്മെന്റിന്റെ ആ കോസ്റ്റോ കാര്യങ്ങളോ അഫോർഡബിൾ ആയിട്ട് അല്ലാത്തത് കൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പേഷ്യൻസ് ഇവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത്. കൂടുതലായിട്ടുള്ള ലാമ പേഷ്യൻസ് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം വേഴ്സർ ഈസ് ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ വളരെ മോശമാണെന്നാണ് ഇതിന്റെ അർത്ഥം.
അർത്ഥം സൂചിപ്പിക്കുന്നത്. അപ്പൊ ലാമ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് ഡൊണേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിച്ചു. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ക്ലിയർ അല്ലാത്തതൊന്ന് എഴുതി വെക്കണേ. പേജ് ഒക്കെ കുറച്ചൊന്ന് ബ്ലർ ആയിട്ട് കിടക്കണേ, ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ലാമയുടെ ചോദിക്കാറുണ്ട് കേട്ടോ, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. പിന്നെ നെക്സ്റ്റ് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ വരെ വന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാം കേട്ടോ. താങ്ക് യു.